മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ഇൻ്റർവ്യൂ കൊടുത്ത് ഫെയിലിയർ ആകുന്ന സമയത്ത് ഇപ്പോൾ ഇന്നിങ്ങനെ ഒരു സീറ്റ് ഇവിടെ കിട്ടാന്ന് പറയുന്നത് തന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഒരുപാട് ഇൻ്റർവ്യൂകൾ തോൽക്കുന്ന അവസ്ഥ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്നും ഞാൻ എടുത്തു നോക്കുന്നു, ഫൈനലി നമ്മുടെ പേരുണ്ടാവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഞാനെപ്പോഴും വിശ്വസിച്ചിരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ എഫേർട്സ് നമ്മുടെ സൈഡിൽ നിന്ന് ഇടുകയാണെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എവിടെയെങ്കിലും വർക്കൗട്ട് ആവും. അതിന് എത്രത്തോളം റിസൾട്ട് നമുക്ക് ഉണ്ടാവുന്ന കാര്യം പറയാൻ പറ്റില്ല. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ടെസ്റ്റ് സീരീസിന് ഒരു 1.5 മണിക്കൂർ കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയാണ് ഒരു ഡെസിഗ്നേറ്റഡ് ടൈമിനകത്ത് കഴിയുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ പാറ്റേണിൽ വേർഡിക്റ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ടെസ്റ്റ് സീരീസ് പലതവണ എഴുതുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും പരീക്ഷാവളിൽ പോകുന്ന സമയത്ത് ഒരു അന്താളിപ്പ് ഉണ്ടാവില്ല. ഹൈക്കോർട്ട് എക്സാമിനെ പറ്റി സ്പെസിഫിക്കലി പറയുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇട്ട പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെ എഫേർട്ട് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് റിസൾട്ട് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. നമ്മുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഈ സർവീസിലോട്ട് എത്തിയ ഒരുപാട് പേരുടെ ഇൻ്റർവ്യൂ ഇതിനകം നിങ്ങൾ KS Mentor ചാനലിൽ കണ്ടു കാണും. ഇന്ന് എൻ്റെ കൂട്ടത്തിലുള്ളതും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് 41ാം റാങ്ക് എന്ന ഒരു ടോപ്പ് റാങ്ക് നേടിയ ഒരാളാണ് കൈലാസ് നാഥ്. സോ കൈലാസ്, വെൽക്കം അഗെയിൻ. അപ്പോൾ നമുക്ക് കൈലാസിനെ പരിചയപ്പെടാം. കൈലാസ് ഈ ഒരു ടോപ്പർ ആകുന്നതിന് മുമ്പ് ഒരു ജേണി കൈലാസിനുണ്ട്. അത് മുഴുവൻ നിങ്ങൾ അറിയണം. ആൻഡ് എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് ഒരു ടോപ്പർ ആവാൻ വേണ്ടത് എന്നുള്ളത് നിങ്ങളോട് പറയലാണ് ഇന്നത്തെ നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ ഉദ്ദേശം. എൻ്റെ പേര് കൈലാസ്. ഞാൻ പാലക്കാട് സ്വദേശിയാണ്. പാലക്കാട് ഒറ്റപ്പാലം എന്ന് പറയുന്ന മനോഹരമായ സ്ഥലത്തു നിന്നാണ് ഞാൻ തിരുവനന്തപുരത്തോട്ട് എത്തുന്നത്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്തോട്ട് വരുന്നത് LLB പഠിക്കാനായിട്ടാണ്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരത്താണ് ഞാൻ 2016 മുതൽ 21 വരെ എൻ്റെ 5 വർഷം LLB പൂർത്തിയാക്കിയത്. അപ്പോൾ 21 പാസ് ഔട്ട് ആകുന്നു. അതിനുശേഷം സ്വാഭാവികമായിട്ടും ഒരു നിയമം പഠിച്ചതുകൊണ്ട് കുറച്ചുകൂടി എക്സിക്യൂട്ടീവ് വിങ്ങിൽ വർക്ക് ചെയ്യാനുള്ള താല്പര്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ മത്സര പരീക്ഷകളുടെ പരിശീലനത്തിനായിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് UPSC എന്ന് പറയുന്ന വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുടെ എക്സാമിനെ പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ UPSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ 21 മുതൽ കണ്ടിന്യൂസ്ലി ഇപ്പോൾ ഇന്നേക്ക് നാൾ വരെ UPSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ പല പല എക്സാമുകൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പരീക്ഷയ്ക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യത്തെ UPSC അറ്റംപ്റ്റുകളാവുന്ന സമയത്ത് നമുക്ക് UPSC പരീക്ഷ കൊടുക്കാൻ തന്നെയായിരിക്കും നമ്മുടെ ആ ഒരു പ്രൈമറി മോട്ടീവ് പ്രിപ്പറേഷൻ. അപ്പോഴാണ് ഹൈക്കോർട്ടിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ പിന്നെ LLB അല്ലേ ഒന്ന് കൊടുത്ത് കളയാമെന്ന് വിചാരിച്ച് ഹൈക്കോർട്ടിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഹൈക്കോർട്ട് എക്സാമിൻ്റെ ഇതിലോട്ട് എത്തുന്നത്. ഒരു ലോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് കോമ്പറ്റേറ്റീവ് എക്സാമിലോട്ട് വരുന്നത് അല്ലേ? പക്ഷേ ലോ എന്നുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള സബ്ജക്റ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി സബ്ജക്റ്റിലൊന്നും കൈലാസിന് വലിയ അഡ്വാൻറ്റേജ് തുടക്കത്തിലില്ല അല്ല. അപ്പോൾ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ഈ എക്സാം എഴുതുമ്പോൾ അവർ ആദ്യത്തെ പേടികളിലൊന്നാണ് ഇത്, ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലില്ലാത്ത ഒരുപാട് സബ്ജക്റ്റുകൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്. കൈലാസ് അതെങ്ങനെയാണ് ഡീൽ ചെയ്ത്? നമ്മൾ പ്രധാനപ്പെട്ട മത്സര പരീക്ഷകളുടെ ഒരു നേച്ചർ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പരീക്ഷ സെറ്റ് ചെയ്യുന്ന ബോഡി, അതിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആവട്ടെ, സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആവട്ടെ, ഏത് പരീക്ഷ നടത്തുന്ന ബോർഡായാലും ജനറൽ എക്സാമുകൾ, അതായത് ഡിഗ്രി മാത്രം യോഗ്യതയായിട്ട് വെക്കുന്ന പരീക്ഷ നടത്തുന്ന ബോഡികളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഒരു സബ്ജക്റ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളെ ഫേവർ ചെയ്യുന്ന വിധത്തിലല്ല അവർ സെറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയിൽ സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൃത്യമായിട്ട് അതിൽ കാണും. പക്ഷെ അതിനപ്പുറം നമ്മൾ വീക്കർ ആയിട്ടുള്ള സബ്ജക്റ്റുകളും അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തുകൊണ്ട് ദിസ് എക്സാം ബിക്കംസ് എ ലെവലർ ഫോർ എവ്രി വൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ UPSC എടുത്താലും ശരി, KSൻ്റെ എക്സാംസ് എടുത്താലും ശരി, ഏത് ടൈപ്പ് ഓഫ് എക്സാംസ് എടുത്താലും അതിനകത്ത് പ്രത്യേകിച്ച് ഒരു സബ്ജക്റ്റ് പഠിച്ചുകൊണ്ട് ആർക്കും ഒരു വലിയ ആഡഡ് അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല. മാത്സ് പഠിച്ച ഒരാൾക്ക് മാത്സ് സ്വാഭാവികമായിട്ട് എളുപ്പമാവുന്ന പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലോ ബാക്ക്ഗ്രൗണ്ട് നമ്പർ ഓഫ് ചോദ്യങ്ങൾ മാത്രമേ അവർക്ക് ഫേവറബിൾ ആവുന്നുള്ളൂ. വീണ്ടും ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിലോട്ട് വന്നു കഴിഞ്ഞാൽ UPSC ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് കൈലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? അതായത് നമ്മുടെ UPSC പരീക്ഷ നടത്തുന്ന പോലെ തന്നെയാണ് ഹൈക്കോടതിയും പരീക്ഷ നടത്തുന്നത്. ഒരു പ്രിലിംസ് പോലെ ഒരു ഒബ്ജക്റ്റീവ് പേപ്പറും പിന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും പിന്നെ ഒരു ഇൻ്റർവ്യൂ ആണ്. സെയിം പാറ്റേണിൽ തന്നെയാണ് UPSC പരീക്ഷ നടത്തുന്നത്. ഇപ്പോൾ എല്ലാ പരീക്ഷകളും PSCയുടെ പരീക്ഷകളായിക്കോട്ടെ, KS ആയിക്കോട്ടെ, എല്ലാം ഈ സെയിം ലെവലിലാണ് ലെവലിലോട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വെറും ഒബ്ജക്റ്റീവ് അടിസ്ഥാനത്തിൽ മാത്രം ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാന്നുള്ള പ്രിൻസിപ്പിൾ എന്ന് സർക്കാർ മുന്നോട്ട് പോകുന്നതിൻ്റെ വലിയൊരു സിംബോളിസം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്ക് നമ്മൾ UPSCയിൽ അവലംബിക്കുന്ന സെയിം മാതൃക, അതായത് ഇപ്പോൾ നമ്മളൊരു പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ 100 ചോദ്യങ്ങൾ കാണും. അപ്പോൾ അതിൽ 50 ചോദ്യങ്ങൾ ശരിയാക്കാൻ പറ്റുന്ന ഒരു സ്കോപ്പിലോട്ട് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ ഇപ്പം മിക്ക എക്സാമുകളും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ LSDSൻ്റെ കട്ട് ഓഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കട്ട് ഓഫ് ഏകദേശം 96 ആണ് വന്നിരിക്കുന്നത് ഔട്ട് ഓഫ് 200. ഹൈക്കോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും ഔട്ട് ഓഫ് 100 ഒരു 48 ആണ് വരുന്നത്. അപ്പോൾ ഒരു ഹാഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ആ പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടാണ്. ഇത് UPSCയിലും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. കുറേ കാലങ്ങളായിട്ട് 200 ഒരു പകുതി മാർക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ നോളജിനപ്പുറത്ത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റീവ് സ്കിൽസ് ആണ്. അതായത് മിനിമം നിങ്ങൾ പഠിച്ച കണ്ടന്റ് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇന്റലിജന്റ് ഗസ്സിങ്ങിലൂടെ, എഡ്യൂക്കേറ്റഡ് ഗസ്സിലൂടെ ശരിയാക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് ഈ എക്സാംസ് ബോഡീസ് എല്ലാം കാണിച്ചു തരുന്നത്. ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ, ഡിസ്ക്രിപ്റ്റീവിനെ പറ്റി പറയുന്ന സമയത്ത്
ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ആ ഒരു ആസ്പയറിംഗ് കാൻഡിഡേറ്റിന്റെ ബ്രെവിറ്റി എത്രത്തോളം ഉണ്ടെന്നും ഒരു കാര്യം കൃത്യമായിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്നുള്ളതാണ് വളരെ ബ്രീഫായിട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ. ഒന്ന്, സമയബന്ധിതമായിട്ട് കൃത്യമായിട്ട് നമ്മുടെ പേപ്പർ പൂർത്തീകരിക്കാനുള്ള കഴിവ്. രണ്ടാമത്, നമ്മുടെ കണ്ടന്റ് കൃത്യമായിട്ട് ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പെട്ടെന്ന് വേണ്ട കണ്ടന്റുകൾ ചെറിയ ചെറിയ വാക്കിലൂടെ ഒരു എഫക്റ്റീവ് സ്പീച്ച് ഓഫ് എക്സ്പ്രഷനിലൂടെ നമുക്ക് അവതരിപ്പിക്കാനുള്ള കഴിവ്. ഈ 2 കാര്യങ്ങളും ഒത്തുചേർന്ന് വന്ന ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ സുതാര്യമായി. അപ്പോൾ ആ 2 കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് കൊടുക്കുക എന്നുള്ളതാണ്. പ്രാക്ടീസ് കൊടുക്കുക. ഇപ്പോൾ KS പോലുള്ള എക്സാമുകൾക്കും ഈ പറഞ്ഞ പോലെ സെയിം ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വരുന്നുണ്ട്. അപ്പോൾ കൺവെൻഷനലി ഇങ്ങനൊരു രീതിയിൽ എക്സാം ഇതുവരെ ചെയ്യുന്നത് UPSC ബോഡി മാത്രമാണ് അല്ലേ? കേരളത്തിൽ നടത്തുന്ന ബാക്കി എക്സാമുകൾക്കൊന്നും റിട്ടേൺ എക്സാം ഇല്ല, KSന് മാത്രമേ ഉള്ളൂ. ഈ ഡിസ്ക്രിപ്റ്റീവ് മോഡിലോട്ട് വരുമ്പോൾ ഇത്രമാത്രം പേടിക്കാനുണ്ടോ? അതോ ഒബ്ജക്റ്റീവ് പഠനമല്ല അവിടേക്ക് എത്തുമ്പോഴുള്ള വ്യത്യാസം ഉണ്ട്? അതായത് അത് വളരെ രസകരമാണ്. അതായത് നമ്മൾ ഒബ്ജക്റ്റീവ് പേപ്പറിനകത്ത് ആൻസർ ഓൾറെഡി ബോഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളതിന് കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റിസ്കിൻ്റെ എലമെൻറ്റ് വളരെ കൂടുതൽ ഒബ്ജക്റ്റീവ് പേപ്പറിൽ. ഡിസ്ക്രിപ്റ്റീവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ഇന്നോവേഷൻ, നിങ്ങളുടെ കണ്ടന്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി 4-5 ലൈൻസ് ഇട്ട് തന്നേക്കാണ്. ആ ലൈൻസ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന വിധത്തിൽ തന്നെ കൂട്ടിമുട്ടിച്ച് എഴുതി കഴിഞ്ഞാൽ തന്നെ ഒരു മിനിമം ഗ്യാരണ്ടീഡ് മാർക്സ് ഷുവറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന കണ്ടന്റ് വൃത്തിയായിട്ട് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എഴുത്ത് പരീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഏബിൾ ലെവൽ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്ക് കൃത്യമായി പഠിച്ചൊരു കുട്ടിക്ക് അത് 4 ലൈനിൽ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫീഷ്യൻ കണ്ടന്റ് കയ്യിൽ പഠിച്ച അതേ കാര്യം തന്നെയാണ് എഴുതും ചെയ്യുന്നത്. സഫീഷ്യൻ പ്രാക്ടീസ് അത് പറഞ്ഞ സ്ഥിതിക്കാൻ അതിൽ തന്നെ പിടിക്കാം. പ്രാക്ടീസ്, റിവിഷൻ, ഇത്തരം ചില എലമെന്റുകൾ ഉണ്ടല്ലോ നമ്മൾ ഏത് പരീക്ഷയ്ക്കും ഒഴിവാക്കാൻ പാടാത്ത ചില കാര്യങ്ങൾ. അതിനെങ്ങനെയാ ഈ മോട്ടിവേഷനോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയത്? ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ ഒരുപാട് വെറീഡ് ആവേണ്ട ആവശ്യമില്ല. അല്ലാത്ത സബ്ജക്റ്റുകൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടഫറായിട്ടുള്ള സബ്ജക്ട്സ് ആണ്. സയൻസ് ആൻഡ് ടെക്, എക്കണോമി കുറച്ച് ബുദ്ധിമുട്ടാണ്, ജോഗ്രഫി കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ സബ്ജക്റ്റുകൾ നമ്മുടെ വീക്കർ ആയിട്ടുള്ള ഏരിയാസ് സ്ട്രോങ് ആകുമ്പോഴാണ് നമുക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് മാർക്കുകൾ വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, പഠിക്കാൻ, മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ഉണ്ടാക്കുകയും ആ നോട്ടിൽ നിന്ന് ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് പ്രധാനമായിട്ടും ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈമിലി ആയിട്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്വിക്കായിട്ടൊന്ന് കണ്ണ് ഓടിച്ച് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോർട്ട് നോട്ട്സ് കൊണ്ട് പെട്ടെന്ന് യൂസ്ഫുൾ ആണത്. അപ്പോൾ അങ്ങനത്തെ ഷോർട്ട് നോട്ട് മേക്കിംഗ് മെക്കാനിസവും അതേപോലെ ഈ നോട്ട് എഴുതുന്ന സമയത്ത് പല സയന്റിഫിക് തിയറിയും പറയുന്നത് എഴുതുന്ന ആ നെർവും അതേപോലെ ബ്രെയിൻ തമ്മിൽ കണക്റ്റഡ് ആണെന്നൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലതവണ എഴുതി പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് ഭയങ്കര കൂടുതലായിരിക്കും. അതാണ് ഈ നോട്ട് മേക്കിംഗ് റിവിഷൻ കാര്യങ്ങളിൽ ഞാൻ കുറച്ചധികം മറന്നു പോകുന്ന സബ്ജക്റ്റുകൾ, അതായത് ഒരുപാട് കണ്ടന്റുള്ള സബ്ജക്റ്റുകൾ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 3 മണിക്കൂർ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റെങ്കിലും ആ സബ്ജക്ട് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് വിത്തിൻ 24 hours ഓഫ് സ്റ്റഡിങ് വി ഷുഡ് ടേക്ക് അപ്പ് ദാറ്റ് ബുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ, അതായത് ടെമ്പററി മെമ്മറിയിൽ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട്. അതിനുശേഷം പിന്നെ വീക്ക്ലി റിവിഷൻ കൊണ്ട് സപ്ലിമെന്റ് ചെയ്താൽ മതി. പിന്നെ പിറ്റത്തെ വീക്ക് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെയാണ് റെഗുലർലി റിവിഷൻ സംഭവിക്കണം. 100% സംഭവിക്കണം. അതായത് ഈ പരീക്ഷയുടെ ഒരു പ്രത്യേക നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ എപ്പോഴും കണ്ടന്റിന്റെ പുറകെ പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒരുപാട് കണ്ടന്റിന്റെ പുറകെ പോകുന്ന സമയത്ത് മൾട്ടിപ്പിൾ ടൈംസ് ഒരു ബുക്ക് വായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അഥവാ എത്രമാത്രം പഠിക്കുന്നതിലപ്പുറം എത്രമാത്രം പഠിച്ച സംഭവങ്ങൾ വീണ്ടും കാണുന്നു എന്നതും റിസൾട്ടിനെ ബാധിക്കും അല്ലേ? ആൻഡ് അതുപോലെ തന്നെ പ്രാക്ടീസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ കൈലാസ് നമ്മുടെ വെർഡിക്റ്റോടെ സീരീസിലും തുടർന്ന് ഇൻ്റർവ്യൂവിലെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇത്തരം ടെസ്റ്റ് സീരീസുകൾ പങ്കെടുക്കുന്നത് എങ്ങനെയാണ് ഒരു ഫൈനൽ എക്സാമിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഒരു സിമുലേറ്റഡ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ പഠിക്കാം, ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ പഠിക്കാമെന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്രത്തോളം റിസൾട്ട് നമുക്ക് ഉണ്ടാവുന്ന കാര്യം പറയാൻ പറ്റില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ടെസ്റ്റ് സീരീസിന് ഒരു 1.5 മണിക്കൂർ കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയാണ് ഒരു ഡെസിഗ്നേറ്റഡ് ടൈമിനകത്ത് കഴിയുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ക്വാണ്ടിഫിക്കേഷൻ ആസ്പെക്ട് ഓഫ് അവർ സ്റ്റഡിങ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് സീരീസ് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഹൈക്കോടതി എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPSC പോലെയല്ല, കുറച്ച് ഡിഫറൻറ്റാണ്. അതെങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റീവ് എക്സാം കഴിയുന്നു, തൊട്ടപ്പുറത്ത് തന്നെ ഈ പേപ്പറോടെ തരികയാണ്. അപ്പോൾ അങ്ങനത്തെ പാറ്റേണിൽ വേർഡിക്റ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ടെസ്റ്റ് സീരീസ് പലതവണ എഴുതുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും പരീക്ഷാവുകൾ പോകുന്ന സമയത്ത് ഒരു അന്താളിപ്പ് ഉണ്ടാവില്ല. നമ്മൾ ഓൾറെഡി അറിയാം ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് വരാൻ പോകുന്നത്. വി വിൽ ബി ടയേർഡ് ആഫ്റ്റർ ഗിവിംഗ് ദി ഒബ്ജക്റ്റീവ്. സോ അതുകൊണ്ട് ഡിസ്ക്രിപ്റ്റീവിന് ഓൾറെഡി മെന്റലിയും അതേപോലെ ഫിസിക്കലി പ്രിപ്പയർ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആണ് ടെസ്റ്റ് സീരീസ്. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ സ്കോറും ഹൈക്കോർട്ടിന് വലിയ രീതിയിൽ ബാധിക്കും. ഹൈക്കോർട്ടിലെ ഇപ്പോൾ എല്ലാ എക്സാമുകൾക്കും ഒരു 0.5 ഒരു ഇൻ്റർവ്യൂ സ്കോർ ഒരു മാർക്കെല്ലാം വെച്ച് വലിയ രീതിയിൽ റാങ്ക് ലിസ്റ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇൻ്റർവ്യൂ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? ഇൻ്റർവ്യൂവിൽ എനിക്ക് ഒരു ഹയസ്റ്റ് മാർക്കായിരുന്നു, 9 മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. 8.5 ഒക്കെ ആയിരുന്നു ഏറ്റവും ടോപ്പ്. 9 മാർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയ ഒരാളാണ്. അപ്പോൾ അതിൽ എനിക്ക് വർക്കൗട്ട് ആയുള്ള സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു ഇന്റലക്ച്വൽ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി കൃത്യമായിട്ട് ഇന്റർവ്യൂ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അറിയാത്ത കാര്യങ്ങളെ ധൈര്യത്തോടു കൂടി അറിയില്ല എന്ന് വിളിച്ചു പറയാനുള്ള അവസരം കൂടിയാണ് ഇന്റർവ്യൂ. അപ്പോൾ നോളജിന് ടെസ്റ്റ് മാത്രമല്ല, അപ്പോൾ ഒരു ക്യാരക്ടർ കൂടെ ചെക്ക് ചെയ്യുന്നത്. ഇത്രയും ഒരു 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 ജസ്റ്റിസിൻ്റെയും ഫെയർനെസ്സിൻ്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഹൈക്കോർട്ടിലോട്ട് അല്ലെങ്കിൽ വേറെ ഏത് എക്സാം സർക്കാർ സർവീസിൽ ഇരിക്കുന്ന സമയത്തും അവിടെ ഒരു ഇന്റലക്ച്വൽ ഇന്റഗ്രിറ്റി ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് എനിക്ക് കൃത്യമായിട്ട് ഉത്തരം അറിയില്ലായിരുന്നു. അപ്പോൾ അത് അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം ഒരു ഫാക്ടർ. ഇനി മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമിൻ്റെ നേച്ചറിൽ നമ്മൾ ഇൻ്റർവ്യൂവിനെ സമീപിക്കുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷൻ്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ്, സ്ട്രക്ചർ എങ്ങനെയാണ്, അവരുടെ ജോലി രീതി എങ്ങനെയാണ്, അതിനെപ്പറ്റിയെല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹൈക്കോർട്ടിൻ്റെ സൈറ്റ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, അതെല്ലാം എങ്ങനെയാണെന്നുള്ള ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് നമ്മുടെ ഒരു കുട്ടികളുടെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ യൂസേജ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ആപ്പുകളാണ് യൂസ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ചെയർമാൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് എനിക്കൊരു ആൻസർ പറയാൻ പറ്റി. ഒരു ആപ്പ് സജസ്റ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് കൈലാസ് സജസ്റ്റ് മീ ആൻ ആപ്പ് വിച്ച് യു വുഡ് സജസ്റ്റ് ഫോർ മീ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ ഡിജി ലോക്കർ എന്നൊരു ആൻസർ പറയുണ്ടായിരുന്നു. അപ്പൊ അത് കേട്ട സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു സന്തോഷം. നമുക്ക് ഗവൺമെന്റിന്റെ തന്നെ ഒരു ഇനീഷ്യേറ്റീവിനെ എടുത്ത് കോട്ട് ചെയ്യുകയും ചെയ്തു. ആൻഡ് നമ്മുടെ മോക്ക് ഇന്റർവ്യൂ എത്രമാത്രം ഹെൽപ്പ് ചെയ്തു? ഫൈനൽ ഇന്റർവ്യൂ മോക്ക് ഇന്റർവ്യൂ നമുക്ക് കൃത്യമായ ഒരു സിമുലേഷൻ തരും. ഒരു 10 മിനിറ്റ് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന്റെ സിമുലേഷൻ ഒരു ഡിഗ്നിറ്ററി ആയിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിന്റെ കീഴിൽ തന്നെ ഇരുന്ന് ഒന്ന് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും മാറ്റർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് റിപ്പീറ്റ് ചെയ്തില്ലെങ്കിലും ആ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്റർവ്യൂ എക്കോസിസ്റ്റം നന്നായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രീ പ്രിപ്പയർഡ് ആകാനുള്ള ഒരു മോട്ടിവേഷൻ കൂടെ തരുന്ന ഒരു സ്കീമായിരുന്നു ഇവിടുത്തെ ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻ. ദെൻ ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കൈലാസ് പറഞ്ഞിട്ടുണ്ട്, ഇതല്ലാതെ ഒരുപാട് ഇന്റർവ്യൂ സ്റ്റേജ് വരെ എത്തി എന്നാൽ ഫൈനൽ റാങ്ക് ലിസ്റ്റിലോട്ട് മേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരാളായിരുന്നു കൈലാസ്. ഇപ്പം കൈലാസ് അവിടെ എത്തി, ഒരു റാങ്ക് ലിസ്റ്റിലോട്ട് എത്തി. ഇത്രയും ഇന്റർവ്യൂകളെ ഫൈനൽ സ്റ്റേജ് വരെ എത്തി തോക്കുന്ന സമയത്ത് ചടക്കില്ലേ? അത് ഞാനൊരു 2017 മുതൽ നമ്മുടെ NDA എക്സാം മുതൽ NDA CDS കണ്ടിന്യൂസ്ലി CAPF ഇങ്ങനെ പല അറ്റംപ്റ്റുകൾ കൊടുത്ത് അവസാനം സിവിൽ സർവീസ് ഇന്റർവ്യൂ വരെ കൊടുത്ത് അവിടുന്ന് ഒരു ലെസ് ദാൻ ഒരു 10 മാർക്കിനൊക്കെ ഔട്ടായ ഒരു അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ഇന്റർവ്യൂ കൊടുത്ത് ഫെയിലിയർ ആകുന്ന സമയത്ത് ഇപ്പോൾ ഇന്നിങ്ങനെ ഒരു സീറ്റ് ഇവിടെ കിട്ടാന്ന് പറയുന്നത് തന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഒരുപാട് ഇന്റർവ്യൂകൾ തോൽക്കുന്ന അവസ്ഥ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നും ഞാൻ എടുത്തു നോക്കുന്നു, ഫൈനലി നമ്മുടെ പേരുണ്ടാവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനെപ്പോഴും വിശ്വസിച്ചിരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ എഫേർട്സ് നമ്മുടെ സൈഡിൽ നിന്ന് ഇടുകയാണെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എവിടെയെങ്കിലും വർക്കൗട്ട് ആവും. ഇപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനെ പറ്റി സ്പെസിഫിക്കലി പറയുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇട്ട പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെ എഫേർട്ട് ഓൾറെഡി ഇതേപോലെ തന്നെ UPSCയിലെ പ്രിലിംസിലും മെയിൻസിലും ഇൻ്റർവ്യൂ ഇട്ടതുകൊണ്ടാണ് ചിലപ്പോൾ ഒരുപക്ഷെ എനിക്കിന്ന് ഈ ഒരു ഇതുണ്ടായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അന്നത് അവിടെ റിവാർഡ് ചെയ്യപ്പെട്ടില്ലെങ്കിലും പിന്നീട് കാലം ഒരു 1-2 വർഷം കഴിയുന്ന സമയത്ത് അത് ഇവിടെ കൊടുന്ന് വെച്ച് തന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഫെയിലിയേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് അതിന് ലെസൺസ് എടുക്കാൻ വേണ്ടി മാത്രം നോക്കുക. കരഞ്ഞ് നമുക്ക് ഇരിക്കാം, 1-2 ദിവസം നമുക്ക്, ഞാനും ഇന്റർവ്യൂ UPSC അറിഞ്ഞിരുന്നിട്ടുണ്ട്. പക്ഷേ എണീറ്റ് ഓടാനുള്ള ഒരു സംഗതി കൂടെ നിങ്ങളൊന്ന് ഫയറായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മോട്ടിവേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു നൈമിഷിക മോട്ടിവേഷന്റെ പുറകെ പോവാതെ നമ്മുടെ ഞാൻ അതാ ചോദിക്കാനും കാരണം പലപ്പോഴും BGM ഇട്ട് ഓഫീസർ വരുന്ന ആ മോട്ടിവേഷൻ പോരല്ലോ നമുക്ക്. അതായത് നമുക്ക് നമ്മുടെ ആ ഗോളിന്റെ ശക്തിയാണ് പ്രധാനമായിട്ട് നമ്മൾ നയിക്കുന്നത്. അല്ലാതെ നമുക്ക് ഇപ്പോൾ ഒരുപാട് പെർക്സ് ആൻഡ് ബെനിഫിറ്റ്സ് തരുന്ന ഗവൺമെന്റിന്റെ ബെനിഫിറ്റ്സ് അതൊന്നും നോക്കാതെ കുറച്ചുകൂടി കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന എഫേർട്ട്, നിങ്ങൾക്ക് എവിടേക്കാണോ പ്രശ്നങ്ങൾ വരുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കും. ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് തന്നെ വന്നിട്ട് നമ്മൾ ആൻസർ കീ നോക്കുക. അപ്പോൾ ഒരുപാട് പേര് അത് മാറ്റി വെക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു എക്സാം തോൽക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് തോറ്റു എന്ന് സയന്റിഫിക്കലി അനലൈസ് ചെയ്യുക. നമ്മുടെ വിധി അതാണെന്നും അല്ലെങ്കിൽ നമ്മുടെ സമയം അല്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുന്നതിനപ്പുറത്ത് കൃത്യമായിട്ട് സയന്റിഫിക്കലി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തോറ്റതിൻ്റെ കാരണം മനസ്സിലാവും. അത് നോക്കിക്കൊണ്ട് പിന്നെയും പോരാടാനുള്ള ഒരു മനസ്സുണ്ടായാൽ തന്നെ. നമ്മളിത് കണ്ടിന്യൂസ്ലി പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ സയന്റിഫിക്കലി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഓരോ എക്സാം കഴിയുമ്പോഴും കുട്ടികൾ അവരെ വീക്ക് ഏരിയകളിൽ വീണ്ടും തോറ്റു പോകുന്നു എന്നുള്ളത്. അത് കൈലാസ് പറയുന്ന ഒരു കാര്യം അവിടെ ഉണ്ട്. അത് ആ ടെസ്റ്റ് കഴിഞ്ഞ് അതൊന്ന് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ അടുത്ത എക്സാമിന് അവൻ ആ ഭാഗത്ത് പഠിച്ച് മാർക്ക് വാങ്ങിയേനെ. ഇങ്ങനത്തെ എന്തൊക്കെ ടെക്നിക്കുകളാണ് കൈലാസ് ഉപയോഗിച്ചത് ത്രൂ ഔട്ട് ദാറ്റ് 5 ഇയർ ജേണി? ഞാൻ പ്രധാനമായിട്ടും UPSC സംബന്ധിച്ച സമയത്ത് എൻ്റെ പ്രധാനപ്പെട്ട വീക്ക് ഏരിയ എന്ന് പറയുമ്പോൾ CSAT ആണ്. അപ്പോൾ എൻ്റെ പ്രിലിംസ് എക്സാം 2 തവണ പോകുന്നത് ഈ സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ 200-ൽ നമ്മൾ 66 മാർക്ക് 1/3 മാർക്ക് വാങ്ങിച്ചാൽ മതി. അപ്പോൾ അതുപോലും വാങ്ങിക്കാൻ പറ്റാതെയാണ് ഞാൻ 2 തവണ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി എൻ്റെ മാത്സിലെ ബാക്ക്ഗ്രൗണ്ട് വളരെ വീക്കാണെന്ന്. അപ്പോൾ ആ വീക്ക്നെസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്സിന് വേണ്ടി അഡീഷണൽ എഫേർട്ട് ഇട്ടുകൊണ്ടാണ് എൻ്റെ പിന്നീടുള്ള പ്രിപ്പറേഷൻ എല്ലാം ഞാൻ കൊണ്ടുപോയത്. അപ്പോൾ നമുക്ക് ഒരു തവണ മനസ്സിലായി ഇതാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ. അതേപോലെ ഞാൻ പണ്ട് മെയിൻസ് എഴുതിയ സമയത്താണെങ്കിലും അതിൽ GS3 എന്ന് പറയുന്നൊരു പേപ്പറിൽ എനിക്ക് 72 മാർക്സാണ് കിട്ടിയത്. അപ്പോൾ അവിടെ ഒരു 82 മാർക്സ് ഉണ്ടായിരുന്നെങ്കിൽ സിവിൽ സർവീസ് സ്വാഭാവികമായിട്ട് എൻ്റർ ചെയ്തേനെ. അപ്പോൾ ഇതുകൊണ്ട് എന്തുകൊണ്ട് നമുക്കൊരു പേപ്പറിൽ മാർക്ക് കുറയാൻ കാരണമാണെന്ന് നമ്മളെ കീറി മുറിച്ചിനെ പരിശോധിക്കുക, ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക. ഒരു അറ്റംപ്റ്റിൽ അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റിൽ മാർക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഓവറായിട്ട് എക്സൈറ്റഡ് ആകാതെ എന്തുകൊണ്ട് അതിലെങ്ങനെയൊക്കെ തെറ്റുകൾ വന്നു അല്ലെങ്കിൽ അതിൽ ലക്ക് കൊണ്ട് എങ്ങനെയൊക്കെ മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ
ഐഡന്റിഫൈ ചെയ്യണം. അതേപോലെ ടെസ്റ്റ് സീരീസിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് ക്രിറ്റിസൈസ് ചെയ്യാൻ ഒരുപാട് പോകണ്ട, അത് മെന്റൽ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കും. അപ്പോൾ അതും കൂടെ നിങ്ങൾ എപ്പോഴും നോക്കണം. ഇപ്പോൾ ടെസ്റ്റ് സീരീസ് തെറ്റിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ചില സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ റിസ്ക് എടുത്തുകൊണ്ടാണ് നമ്മൾ ഗസ് ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒരുപാട് നോളജിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് നോളജ് അപ്ലിക്കേഷൻ പ്രോപ്പർ ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അല്ലാതെ ചില ഫാക്ച്വൽ എറേഴ്സ് വന്നതിന് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്താൽ മതി, ആ ഒരു ഫാക്ച്വൽ ബിൽഡപ്പ് മാത്രം ചെയ്താൽ മതി, അതിൽ മാത്രം വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് സയന്റിഫിക്കലി നോക്കുക എങ്ങനെയൊക്കെയാണ് നമുക്ക് പാളിച്ചകൾ വന്നിട്ടുള്ളത്. അല്ല അറ്റംപ്റ്റുകളുടെ എണ്ണം കുറവാണോ, അറ്റംപ്റ്റുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിവിഷന്റെ മിസ്സിംഗ് കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് പോയിട്ടുള്ളത്, അതേപോലെ പഠിക്കാത്ത ഏരിയയിൽ ഏതൊക്കെ പോയിട്ടുണ്ട്, അതേപോലെ PYQ നോക്കിക്കൊണ്ട് നമുക്ക് അനലൈസ് ചെയ്യാം. PYQ നമ്മൾ എത്രത്തോളം ഓരോ വർഷത്തെ PYQ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ആ വർഷത്തേക്ക് നമ്മൾ ഫിറ്റ് ആയിരുന്നോ അല്ലയോ. അപ്പോൾ നമ്മൾ ഓരോ വർഷത്തെ PYQ എടുത്തുകൊണ്ട് എക്സാം നടത്തിയ ബോഡിക്ക് നമ്മൾ അന്ന് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള പ്രിപ്പറേഷൻ അന്ന് കൊടുക്കാൻ പറ്റുമോ നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സയന്റിഫിക് അനാലിസിസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് നന്നായിരിക്കും. ഈ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ പൊതുവേ കുട്ടികളുടെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, പരീക്ഷ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ 100 ചോദ്യത്തിൽ എത്ര ചോദ്യം അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർ ടെസ്റ്റ് സീരീസ് എടുത്ത ആളാണെങ്കിൽ അവൻ്റെ ടെസ്റ്റ് സീരീസ് കഴിയുമ്പോഴേക്ക് മനസ്സിലാക്കി കാണും എൻ്റെ ഐഡിയൽ നമ്പർ ഓഫ് അറ്റംപ്റ്റ് എന്താണെന്ന്. സത്യത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ടോ? ഈ ഐഡിയൽ നമ്പർ ഓഫ് അറ്റംപ്റ്റ് അത് ഓരോരുത്തർക്കും ഓരോ പോലെയല്ലേ? അതെ അതെ തീർച്ചയായും. ഇത് എങ്ങനെ അത് കണ്ടുപിടിക്കും? ഐഡിയൽ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് എന്ന് പറയുന്ന അറ്റംപ്റ്റ് ജനറലി ഇല്ല. അതായത് പേപ്പർ ഇപ്പോൾ ഒരുപാട് എളുപ്പമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എക്സ്ട്രീംലി ടഫാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് പേപ്പർ വരിക എന്നുള്ള കാര്യം. അപ്പോൾ അവിടെ നമ്മുടെ നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്ന സാധനം പരീക്ഷയിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എത്രയാണ് ഐഡിയൽ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ്. അപ്പോൾ അത് പരീക്ഷ നേച്ചറിൻ്റെ കാര്യത്തിൽ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യും, രണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ കുട്ടിയുടെ അക്യുറസിനോട് ഡിപ്പെൻഡ് ചെയ്യും. അക്യുറസി നല്ല കൃത്യമായിട്ട് ചോദ്യങ്ങളെല്ലാം ഐഡന്റിഫൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 100 ചോദ്യം അറ്റൻഡ് ചെയ്യണമെന്ന് ആരും പറയുന്നില്ല. ആ കുട്ടി ഒരു 70 ചോദ്യം കൊടുത്താൽ തന്നെ ക്ലിയർ ആകുന്ന ഒരുപാട് കുട്ടികളുണ്ട് 100 തന്നെ. പക്ഷേ ചില കുട്ടികൾക്ക് അക്യുറസി വളരെ കുറവാണ്. പക്ഷേ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഈസ് ഹൈ. ദെൻ അങ്ങനത്തെ ഒരു കുട്ടിക്ക് ഒരു 95 അറ്റംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് കുട്ടികൾ ഡിപ്പെൻഡ് ചെയ്യും. എക്സാം നടത്തുന്ന ബോഡിയുടെ ടഫ്നെസ് അനുസരിച്ചുകൊണ്ട് അതും വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അതിൽ നമുക്കൊരു ധാരണ വേണം. ഏകദേശം റേഞ്ച് എത്രയാണ്. നമുക്കൊരു 50 അറ്റംപ്റ്റ് കൊണ്ട് ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല. ആൻഡ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. ഏതൊരു എക്സാം ബോഡി നമ്മളോട് സംസാരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ കൂടിയാണ്. PYQs സോൾവ് ചെയ്യുന്ന ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അത് എത്രമാത്രം ഹെൽപ്പ് ചെയ്തു? അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രിപ്പറേഷനോട്ട് ഇറങ്ങുന്ന സമയത്ത് 2 ഗൈഡിങ് ഫാക്ടേഴ്സ് നമുക്കുള്ളൂ. ഒന്ന് സിലബസ്, 2 PYQ. അപ്പോൾ സിലബസ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിലബസിൻ്റെ ഏരിയയിൽ നിന്ന് എവിടേക്കാണോ ക്വസ്റ്റ്യൻസ് വരുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരു സോഴ്സ് PYQ ആണ്. ടെസ്റ്റ് സീരീസുകൾ അതിന്ന് ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന PYQ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന സെക്കൻഡറി ഐറ്റംസ് ആണ് ടെസ്റ്റ് സീരീസ്. അപ്പോൾ ആദ്യം നമ്മൾ PYQ നോക്കണം. PYQ നോക്കിക്കൊണ്ട് ഏതൊക്കെ ഏരിയയിൽ നമ്മൾ ഒരുപാട് ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ PYQയിൽ എന്തെങ്കിലും ട്രെൻഡുകൾ നമ്മുടെ ബോഡി സെറ്റ് ചെയ്യുന്നുണ്ടോ. അതായത് മൊത്തം സയൻസ് ആൻഡ് ടെക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് അപ്രോച്ച് വരുന്നത്, കറണ്ട് അഫെയറിൻ്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് വരുന്നത്, ഇങ്ങനെ ഓരോ സബ്ജക്റ്റുകൾക്ക് ഓരോ ട്രെൻഡ് ഉണ്ട്. അപ്പോൾ ആ ട്രെൻഡ് എന്ന് പറഞ്ഞ സാധനം അത് ചിലപ്പോൾ കൺസിസ്റ്റൻ്റ് ആവണമെന്നില്ല, ചിലപ്പോൾ ഫ്രീക്വൻ്റ്ലി മാറിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഏകദേശം ആ ചോദ്യത്തിൻ്റെ വൊക്കാബുലറി എന്താണെന്ന് മനസ്സിലാക്കാനും ഏതൊക്കെ തീമുകളിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് മനസ്സിലാക്കാനും നമുക്ക് ഒരുപാട് സഹായിക്കുന്ന PYQs ആണ്. അപ്പോൾ അത് റിലീജിയസ്ലി കവർ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒരു 5 കാര്യങ്ങൾ ഒരു ആസ്പിരൻറ്റ് അവൻ്റെ പ്രിപ്പറേഷനിൽ നിർബന്ധമായും ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അത്? അല്ലെങ്കിൽ കൈലാസ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. നിർബന്ധമായും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഒരു സിലബസ് ഐഡന്റിഫിക്കേഷൻ. നിങ്ങൾ ഏത് എക്സാമിന് വേണമെങ്കിൽ പഠിക്കാം. നിങ്ങൾക്ക് സ്പെസിഫിക്കലി നിങ്ങൾ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള എക്സാം ആവട്ടെ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ജനറൽ എക്സാംസ് ആവട്ടെ, ഏറ്റവും ആദ്യം സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പറഞ്ഞ പോലെ തന്നെ സിലബസ് ആദ്യം മനസ്സിലാക്കുന്നു, 2 PYQs നോക്കുന്നു, 3 പ്രിപ്പറേഷൻ. 3rd സ്റ്റേജിലാണ് ശരിക്കും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ എക്സാം സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യത്തെ 2 സ്റ്റേജ് ചെയ്യണം. അപ്പോൾ കുറേ പേര് നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മെൻ്റൽ കേപ്പബിലിറ്റി ഉള്ളവരായിരിക്കും. അവർ നിങ്ങൾ ചിലപ്പോൾ LDC എക്സാം വേണ്ടി മാത്രം കൊടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നതിൽ യാതൊരു പോയിന്റും ഇല്ല. ചിലപ്പോൾ നിങ്ങളുടെ കേപ്പബിലിറ്റിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ഹയർ ലെവൽ എക്സാംസ് പറ്റുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. അതേപോലെ പറ്റുന്നില്ല മനസ്സിലാക്കുന്നവർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, അതിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് മുകളിലോട്ട് എത്താൻ പറ്റുമെങ്കിൽ ആ ലെവൽ ഓഫ് അപ്ഗ്രഡേഷൻ എടുത്തതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സിലബസും PYQ നോക്കിക്കൊണ്ട് നമ്മൾ എക്സാമിന് ഫിറ്റാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പഠനം തുടങ്ങുക. ആ പഠനം തുടങ്ങുന്ന സമയത്ത് റിലീജിയസ്ലി നിങ്ങളുടെ ഏതൊക്കെ ഏരിയയിലാണോ വീക്ക് അവിടെ കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ എക്കണോമിക്സിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾ ബുക്ക് വായിച്ചാൽ മനസ്സിലാക്കില്ലെങ്കിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. ജോഗ്രഫിയുടെ കൺസെപ്റ്റ് കിട്ടുന്നില്ലെങ്കിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. അങ്ങനത്തെ ക്ലാസ്സുകൾ ഇപ്പോൾ ഓൺലൈൻ സോഴ്സ് വഴി അവൈലബിൾ ആണ്, അല്ലെങ്കിൽ മെൻറ്റർഷിപ്പ് സപ്പോർട്ടുകൾ തേടുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 3rd സ്റ്റേജ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആസ്പെക്റ്റിലോട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇറങ്ങാം. അതിനുശേഷം പ്രിപ്പറേഷൻ ഡിലിജൻ്റ് ആയിട്ട് പോകുന്നുണ്ടോ ചെക്ക് ചെയ്യാനായിട്ട് ടെസ്റ്റ് സീരീസുകൾ അല്ലെങ്കിൽ മെൻറ്റർഷിപ്പ് സപ്പോർട്ട് കൃത്യമായിട്ട് എടുക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എവിടെയാണ്, പോകുന്ന വഴി ശരിയാണെങ്കിൽ ശരിയെന്ന് പറഞ്ഞുതരാൻ, തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറഞ്ഞുതരാൻ ഒരു മെൻറ്റർഷിപ്പ് എടുക്കുന്ന എപ്പോഴും നല്ലതാണ്. അത് ചെയ്തതിന് ശേഷം മാത്രം ടെസ്റ്റ് സീരീസിലോട്ട് കിടക്കുക. പഠിക്കാതെ ഒന്നും ചെയ്യാതെ ടെസ്റ്റ് സീരീസിലോട്ട് ജമ്പ് ചെയ്യുന്നതിൽ യാതൊരു പോയിന്റും ഇല്ല. അത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും പ്രധാനമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ആ ഒരു ആസ്പെക്ട് കൂടെ കവർ ചെയ്തതിന് ശേഷം മാത്രം എക്സാമിന് അഭിമുഖീകരിക്കുക. അപ്പോൾ 5 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ പ്രോപ്പർലി റെഡിയാണ്. ഇപ്പോൾ കൈലാസ് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വർഷങ്ങൾ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഞാൻ പലപ്പോഴും കുട്ടികളോട് പറയുന്ന കാര്യമാണ്. പക്ഷേ കൈലാസിൻ്റെന്ന് ഈ ഒരു കാര്യം കേട്ട സമയത്ത് ഒരു ടോപ്പർ ഇതൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്നുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആവുകയാണ്. കാരണം ഏതൊക്കെ ടോപ്പേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവരെല്ലാം എല്ലാ പരീക്ഷകളിലും ചെയ്യുന്ന കാര്യങ്ങളാണിത്. സ്റ്റിൽ കുട്ടികൾ ചെയ്യാത്തതിൻ്റെ കാരണം അവർക്കൊന്നും സമയമില്ലാത്തതാവാം, അല്ലെങ്കിൽ മോട്ടിവേഷൻ ഇല്ലാത്തതാവാം, പല കാരണങ്ങളാവാം. കൈലാസിൻ്റെ ഒരു ടോപ്പർ എന്ന രീതിയിൽ തന്നെയുള്ള ഒരു ഉപദേശം എന്താ കുട്ടികളോട്? അതായത് നമ്മൾ എന്ത് ഉപദേശം ജനറലി പറയുകയാണെങ്കിൽ അപ്പം അത് പറയാനുള്ള സ്റ്റേജ് ആയോ എന്നുള്ള കാര്യം എനിക്ക് തീർച്ചയായും. പക്ഷെ എന്നിരുന്നാലും എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യേണ്ടെന്നുള്ള കാര്യം കൂടെ പഠിക്കുക. അതായത് നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പഠനം മാത്രം ചെയ്യുക എന്നുള്ളതല്ല, അതിനപ്പുറം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക. ഇനി പഠിത്തം മാത്രമായിട്ട് കൊണ്ടുപോകണോ, അത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെയും ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും സ്വാഭാവികമായിട്ടും ഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ 2 കാര്യങ്ങളോട് നിങ്ങൾ ചെയ്യുക. അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിലും നോൺ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ കൊണ്ടുപോയാൽ മാത്രമേ മെൻ്റൽ ഹെൽത്തും കൂടെ അത്യാവശ്യം അടിപൊളിയായിട്ട് പോകുള്ളൂ. അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം ആഡ് ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു എക്സാമിൻ്റെ ഒരു നേച്ചറിൽ എക്സാം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പഠനം തുടങ്ങുന്ന രീതി അത് അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് എക്സാമിൻ്റെ ഡേറ്റ് വന്നതിന് മുന്നേ തന്നെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്ന മൊമെന്റ് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അതായത് നിങ്ങൾ കേരള PSC എക്സാം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ടായിരിക്കും ഒരു ലിസ്റ്റ് എപ്പോൾ തീരും എന്നുള്ള കാര്യത്തെപ്പറ്റി കൃത്യമായ ഐഡിയ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ എക്സാമുകൾ വരുന്നു എന്നുള്ള ധാരണ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റോട് കൂടി ഇതിനെ സമീപിക്കുക. പിന്നെ അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റിംഗ് സ്പിരിറ്റ് തന്നെയാണ്. ആ സ്പിരിറ്റ് നിർബന്ധമായിട്ടും കൈവിടാതെ തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് എത്ര അറ്റംപ്റ്റ് ഉണ്ടോ, ക്രോൾ ചെയ്തിട്ടാണെങ്കിൽ പോലും അത് പിടിക്കണം എന്നുള്ള വാശി തന്നെ ഇരിക്കുക. അതിനുവേണ്ടി മാക്സിമം സ്ട്രൈവ് ചെയ്യുക. കൈലാസ് ഇവിടെയൊന്നല്ല, കൈലാസിൻ്റെ ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമുകളിലും കൈലാസ് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൈലാസ് എത്തട്ടെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ.